ഗൈസ്, ഞങ്ങൾ ഞായറാഴ്ചയായിട്ട് കുളിക്കാൻ വന്നേക്കുവാണ്. നിങ്ങളെല്ലാവരും കണ്ടോ? ഞാനിവിടെ ഹായ്. ഇവിടെയൊക്കെ എന്തോരോ. ഇന്നെൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഞാനൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനുള്ള പോക്കാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ എൻ്റെ വീഡിയോ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു റബ്ബറിൻ്റെ തോട്ടത്തിൽ കൂടെ ആഞ്ഞിലികുന്ന് ഭാഗത്തൂടെ അവിടുന്ന് റൈറ്റ് കയറിയിട്ട് ഇങ്ങനെ പോയിട്ട് മലനിരകൾ കണ്ടോ, ഇത് സൂപ്പറാണെന്നറിയോ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിൽ കുളിക്കാനായിട്ട് ഞാനിങ്ങനെ പോവുകയാണ് എൻ്റെ ചങ്കുകളെ. ഇതാ ഞാനൊരു പാറയൊക്കെ കടന്നതിന് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ സ്ഥലം. അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ ഞാൻ അങ്ങോട്ട് കാടും മലയൊക്കെ ഇറങ്ങി മുണ്ടാക്കുക, മാടയ്ക്ക് കുത്ത് തോർത്തൊക്കെ തോളയിട്ട് ഇന്ന് കുളിച്ചിട്ടേ അടങ്ങത്തുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണ് കേട്ടോ. എന്താ അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന പണിയൊന്നും നമുക്കറിയത്തില്ല. മൊത്തം തെറ്റലും കാര്യങ്ങളൊക്കെ ഓടിയാണ് പോകുന്നത്. ഇപ്പം നല്ല സന്തോഷത്തോടെ ഓടി പോകുന്നത് കേട്ടോ. ആ വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാമെന്നുള്ള ഒരു എന്താ പറയുക സന്തോഷം, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ ജെറ്റ് പോലെ അളിയനുമായിട്ടാണ് പോകുന്നത് കേട്ടോ. അളിയൻ വിഷ്ണു കേട്ടോ. എല്ലാവരും പറഞ്ഞു കൂടി താഴോട്ട് ഇറങ്ങണം. ഇനിയാണ് മക്കളെ റിസ്ക്, ഇറങ്ങി പോയില്ലെങ്കിൽ കൊള്ളാം. അപ്പോൾ ഇതാ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാടും മലയൊക്കെ കാട്ടിനകത്തൂടെ ഓടി വാ നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നിങ്ങളെയാണ് വിളിക്കുന്നത് കേട്ടോ, നിങ്ങളെയാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ പുറകെ വരിക. നല്ല വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ വമ്പൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു വെള്ളച്ചാട്ടം. അവിടെ കാണും നമ്മൾ കാല് വഴുകി പെട്ടുപോയ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. പിന്നെ ബോഡി അങ്ങ് താഴേന്ന് അങ്ങനെ പറക്കാം. അത്ര വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് താഴോട്ടിറങ്ങണം, റിസ്ക്കാണ്. ഏതായാലും ഇറങ്ങാം. ഓക്കേ. അയ്യോ, അപ്പം ഞാൻ വെള്ളത്തിലെത്തി. നിങ്ങളങ്ങോട്ട് താഴോട്ട് നോക്കിക്കോ. ഇവിടുന്ന് താഴോട്ട് മറിഞ്ഞ് താഴെ ഒരു വലിയൊരു കുഴിയാണ് കേട്ടോ. കിണർ പോലുള്ള ഒരു സ്വിമ്മിങ് പൂളൊക്കെ പോലെ ഇങ്ങനെ വെട്ടിയിട്ടേക്കുന്നൊരു കുഴിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഷർട്ടൊക്കെ ഊരിയിട്ട് മുണ്ടൊക്കെ ഊരിയിട്ട് ഞാൻ തോർത്തൊക്കെ കൊടുത്ത് ഞാൻ കുളിക്കാൻ ഇറങ്ങിയൊക്കെയാണ് കേട്ടോ. എല്ലാവരും അതുപോലെയൊക്കെ ഇറങ്ങിക്കും. അപ്പോൾ ഞാനങ്ങോട്ട് കാണിക്കാൻ കേട്ടോ. ഈ കാണുന്ന കുഴിയാണ് ഭയങ്കര കുഴിയാണ്. കിണർ പോലെ കളിയും പറഞ്ഞാൽ നേരത്തെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് 3 കുഴിയാണ്. ഒന്ന് താഴെ, ഒന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് 3 സ്വിമ്മിങ് പൂള് പോലുള്ള കുഴികളാണ്. പൂട്ടങ്ങ് ഭയങ്കര വെള്ളച്ചാട്ടം കേട്ടോ. അപ്പം അവിടെ ഉണക്ക സമയത്ത് 3 കുഴിയായിട്ടേ ഉള്ളൂ. നല്ല സെറ്റപ്പാണ് കുളിക്കാൻ എന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. ചെന്നപ്പോഴോ എൻ്റെ പൊന്നെ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങി അവിടെ നിന്നിട്ടേ എനിക്കവിടെ നിൽക്കാൻ വയ്യാന്നേ. തോർത്തഴിഞ്ഞ് പോകുമെന്ന് പറയാൻ എനിക്ക് പേടിയുണ്ട്. അതേമാതിരി ഒന്നാന്തരം വെള്ളച്ചാട്ടത്തിൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ അന്യ സ്പീഡാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് അതിൻ്റെ കീഴിലോട്ട് പോയില്ല. പക്ഷെ അളിയൻ അതിൻ്റെ കീഴിലോട്ടൊക്കെ പോയി കേട്ടോ. ഞാനെന്തായാലും അവിടെ ഇരുന്ന് കുറേ നേരം പാറയിൽ അള്ളി പിടിച്ചിരുന്ന് കുറേ നേരം വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് ചെറിയ താഴോട്ട് ഇറങ്ങിയപ്പോൾ കേട്ടല്ല നിരങ്ങിയോറോ അറ്റ പോക്കാശൂന്നും പറഞ്ഞ് അന്ന് തലയിൽ വെളുത്ത പാട്. നീ നരച്ച മുടി വല്ലതും ആണോ ദൈവമേ? ആൾക്കാർ കാണുമോ? എൻ്റെ ദൈവമേ, എനിക്കറിയത്തില്ല. എന്നാലും രക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ ചെറിയ ഇങ്ങോട്ട് കയറി വന്നു. എൻ്റെ ദൈവമേ, ഇനിയൊന്ന് സോപ്പൊക്കെ തേക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കണ്ടോ, ഇതൊക്കെ ഞാൻ വെള്ളത്തിൽ മുങ്ങി വരുന്നു. ജ്ഞാനന്തീകം നരസിംഹം കർമാർത്ഥമോഷം നരസിംഹം ധരണിയിൽ നിന്നും ജാലകണക്ക ജലതിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ. എങ്ങനെയുണ്ട് എൻ്റെ പാട്ടും വീഡിയോയും? സൂപ്പറായിട്ടുണ്ടോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് കാണണേ. ഞാൻ കഷ്ടപ്പെട്ട് ഒന്നാമത് പനിയും പിടിച്ച് എൻ്റെ സൗണ്ടെല്ലാം പോയി ഞാൻ വെള്ളത്തിൽ മുങ്ങിയിട്ടെ. എനിക്ക് തണുത്ത വെള്ളത്തിൽ കൂടുതലായിട്ട് മുങ്ങാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ കിടന്ന് മുങ്ങി നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ സൂപ്പർ സ്ഥലം കേട്ടോ, അടിപൊളി. അങ്ങ് എപ്പോഴും കയറാൻ നോക്കി, വലിയ പാടാ. അത് നല്ല ശക്തിയായിട്ടാണ് ഇങ്ങോട്ട് വരുന്ന വെള്ളം. അപ്പോൾ ആ വെള്ളം വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവിടോട്ട് കയറി. പക്ഷെ അളിയനൊരു കൂളായിട്ട് അതിനിടയ്ക്ക് പോയിരുന്നു കേട്ടോ. എനിക്കങ്ങോട്ട് പേടിയായിപ്പോയി. ഇങ്ങോട്ട്